ഈ വീഡിയോയിൽ നമ്മൾ ട്രിഗ്നോമെട്രി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗ്നോമെട്രിയിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ടും റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിഗ്രി ടു റേഡിയൻ എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി തന്നിട്ടുണ്ട്, അത് എത്ര റേഡിയൻ എന്നാണ് ചോദ്യം. അപ്പോൾ 45 ഡിഗ്രീനെ റേഡിയനിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ 45 ഇൻറ്റു π/180. അപ്പോൾ റേഡിയനിലോട്ട് മാറ്റാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? π/180 കൊണ്ടാണ്. എന്നിട്ട് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 180ൽ എത്ര 45 ഉണ്ട്? 4 ടൈംസ് ആണ്. ബാലൻസ് വരിക π/4 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ റേഡിയനിലോട്ട് മാറ്റാൻ, ഡിഗ്രീനെ റേഡിയനിലോട്ട് മാറ്റാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് π/180 കൊണ്ടാണ്. ഇനി നേരെ തിരിച്ച് റേഡിയൻ തന്നു ഡിഗ്രിയിലോട്ട് മാറ്റാൻ. ഇപ്പോൾ റേഡിയൻ തന്നാൽ ഡിഗ്രിയിലോട്ട് മാറ്റാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ π/6 തന്നു, അതിന് ഡിഗ്രിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 180/π കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. പൈയും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 180/6 എത്രയാണ്? 30 ഡിഗ്രി. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി തന്ന റേഡിയനിലോട്ടും റേഡിയൻ തന്ന ഡിഗ്രിയിലോട്ട് മാറ്റാണ്. ഇനി മറക്കരുത്, ഡിഗ്രി തന്ന റേഡിയനിലോട്ട് മാറ്റാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് π/180 കൊണ്ടാണ്. ഇനി റേഡിയൻ തന്ന ഡിഗ്രിയിലോട്ട് മാറ്റാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 180/π കൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾ. അതായത് അക്യൂട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രിക്ക് താഴെ വരുന്ന ആംഗിളിനെയാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആകെ ഫോക്കസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ്, ഹൈപ്പോട്ടനസ്, ഇതൊക്കെ ആംഗിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 90ക്ക് താഴെ വരുന്ന ആംഗിൾസ് ഏതൊക്കെ? ഇവിടെ സിയും എയും. അപ്പോൾ ഈ ഒരു കേസിൽ സി ആണ് എടുത്തത്. സി എന്നെടുത്തു. ഏത് ആംഗിളാണോ എടുക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്. അതിന് അടുത്തുള്ളതാണ് അഡ്ജസൻറ്റ് സൈഡ്. ലാർജസ്റ്റ് സൈഡാണ് എപ്പോഴും ഹൈപ്പോട്ടനസ്. അപ്പോൾ സൈഡുകൾ മനസ്സിലാക്കാം. എന്നിട്ട് സൈൻ തീറ്റ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് തീറ്റ കാണാനുള്ള ഇക്വേഷൻ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. കൊസീക്ക് എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് ആണ്. സീക്ക് എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻ്റ് ആണ്. കോട്ട് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റേഷ്യോസ് എല്ലാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സൈൻ ബി എന്ന് പറയുന്നത് 3/5 ആണ്. കണ്ടുപിടിക്കേണ്ടത് ടാൻ ബിയും കോസ് ബിയും. അപ്പോൾ നമുക്കിവിടെ ഏത് ആംഗിളാണ് പറഞ്ഞത്? സൈൻ ബി ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഈ ആംഗിളാണ് നമുക്ക് ആകെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആംഗിൾ ബി ആണ് പറഞ്ഞത്. അപ്പോൾ ബി ആദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് എയും സിയും ഫില്ല് ചെയ്യുക. അപ്പോൾ ബി മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ നമ്മളവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ബിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് ഏതാണ്? എ സി ആണ്. അവിടെയാണ് എന്ത്? ഓപ്പോസിറ്റ് സൈഡ്. അതിന് അടുത്തുള്ളതാണ് അഡ്ജസൻറ്റ് സൈഡ്. ലാർജസ്റ്റ് സൈഡ് എപ്പോഴും ഹൈപ്പോട്ടനസ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ട്രയാങ്കിൾ വരച്ചത് BAC. ഇനി സൈൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. ഹൈപ്പോട്ടനസിനോ 5 എന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ BC, അതായത് മൂന്നാമത്തെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചത്. പൈതഗോറസ് തിയറം എന്താ? B² + ഹൈറ്റ് സ്ക്വയർ = ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ബേസ് എന്താ അവിടെ വരുന്നത്? BC² + AC² = AB² എന്ന് കിട്ടും. അപ്പോൾ BC² നമുക്കറിയില്ല, അതുപോലെ തന്നെ എഴുതി. ഇനി AC² എന്താണ്? AC² 3 ആണ്. അപ്പോൾ 3² മൈനസ് AB² 5 ആണ്. അപ്പോൾ 5². അപ്പോൾ BC² എന്ന് പറയുന്നത് 5² - 3² എന്ന് വരും. കാരണം നമുക്ക് BC മാത്രമാണ് ഇവിടെ വേണ്ടത്. BC മാത്രമാണ് വേണ്ടത്. അപ്പോൾ ആ BCനെ അവിടെ വെച്ചിട്ട് +3 ഉള്ളത് സൈഡ് മാറുമ്പോൾ -3². ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് +3 ഉള്ള സൈഡ് മാറിയപ്പോൾ -3² ആയി. അപ്പോൾ 25 - 9 എത്രയെന്ന് കിട്ടി? B² = 60 എന്ന് കിട്ടി. B² എന്ന് പറയുന്നത് 60 എന്ന് കിട്ടി. അപ്പോൾ BC എന്ന് പറയുന്നത് സ്ക്വയർ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? റൂട്ട് എടുക്കാം. √16 എത്രയാണ്? 16 √4 ആണ്. അങ്ങനെയാണ് നമുക്ക് BCൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയത് 4 എന്ന്. ഓക്കെ,
അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് അറിയില്ലായിരുന്നു. പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ 4 എന്ന് പറയുന്ന ആ വാല്യൂ കണ്ടെത്തിയത്. ഓക്കെ, അങ്ങനെ എല്ലാ സൈഡും ട്രയാങ്കിളിൻ്റെ 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള റേഷ്യോസ് മൊത്തം എഴുതാൻ പറ്റും. കോസ് ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അഡ്ജസൻറ്റ് സൈഡോടെ എത്രയാണ് ഇപ്പോൾ കിട്ടിയത്? 4 ബൈ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് 5, അങ്ങനെ 4/5 എന്ന് കിട്ടും. ടാൻ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? 3 ആണ്. 3 ബൈ അഡ്ജസൻ്റ് ഓഫ് 4, 3/4 എന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ സൈഡ് എങ്ങനെ നമുക്ക് കിട്ടുന്നു. ഇനി പൈതഗോറസ് തിയറം നിങ്ങൾക്ക് അപ്ലൈ ബുദ്ധിമുട്ടാണെങ്കിൽ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത ബാക്കി 2 സൈഡും കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് വലിയ നമ്പറിൻ്റെ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ അത് എത്ര കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് റൂട്ട് എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ 5 വന്നു, ഇവിടെ 2 വന്നു. അപ്പോൾ ഈ സൈഡ് കാണാൻ വേണ്ടിയിട്ട് 5² മൈനസ് 2² കാണാം. 5² എത്രയാണ്? 25 മൈനസ് 2² 4, അപ്പോൾ 21 കിട്ടും. എന്നിട്ട് അതിന് ലാസ്റ്റ് റൂട്ട് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇതാണ് ഈ മൂന്നാമത്തെ സൈഡിൻ്റെ വാല്യൂ. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത മറ്റ് 2 സൈഡ് കാണാൻ വേണ്ടിയിട്ട് വലിയ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ കാണുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് റൂട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി വലിയ സൈഡാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ, വലിയ സൈഡ് ഇപ്പോൾ ഈ ഒരു ഹൈപ്പോട്ടിന്യൂസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ, ഇപ്പോൾ ഇവിടെ 3ഉം 1ഉം, അപ്പോൾ ബാക്കി 2 സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്, അതായത് അത് രണ്ടും ആഡ് ചെയ്യുക. വലിയ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ, അപ്പോൾ എത്രയാണ്? 9 + 1 10 എന്ന് കിട്ടും. ലാസ്റ്റ് എന്നിട്ട് റൂട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത ബാക്കി 2 സൈഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് ചെയ്യും, ഹൈപ്പോട്ടിന്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൈഡ് കാണാൻ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ ചെയ്യുന്നതൊരു ക്വസ്റ്റ്യൻ ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ അവിടെ ചെയ്യേണ്ടത് മൂന്നാമത്തെ സൈഡാണ് കാണേണ്ടത്. ഹൈപ്പോട്ടിന്യൂസ് കാണാൻ എന്ത് ചെയ്യുക? ആ 2 സൈഡിൻ്റെ സ്ക്വയർ കാണുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. ഹൈപ്പോട്ടിന്യൂസ് കാണാൻ ആഡ് ചെയ്യുക, മറ്റ് 2 സൈഡും കാണാൻ മൈനസ് ചെയ്യുക. അങ്ങനെ നമുക്ക് √5 എന്ന് കിട്ടും മൂന്നാമത്തെ സൈഡ്. ടാൻ തീറ്റയാണ് നമുക്ക് ചോദിച്ചത്. ആദ്യം തീറ്റ മാർക്ക് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് തീറ്റ മാർക്ക് ചെയ്യുക, എന്നിട്ട് ട്രയാങ്കിളിന് പേര് കൊടുക്കുക ABC. ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതാണ് ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ. ടാൻ തീറ്റ = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതാണ് ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ. നമ്മൾ ട്രയാങ്കിൾ ഇതായിരുന്നു, തീറ്റ ഇവിടെ മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 നീട്ടി, അഡ്ജസൻറ്റ് 2 ആണ്. എയും ബിയും സിയും മാർക്ക് ചെയ്ത് ട്രയാങ്കിളിന് പേര് കൊടുക്കണം. ഇനി മൂന്നാമത്തെ സൈഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ √5, 2² + 1 5 ആണ്, ലാസ്റ്റ് റൂട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ മൂന്നാമത്തെ സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സൈൻ തീറ്റ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 1/√5. കോസ് തീറ്റ കാണാനുള്ള ഇക്വേഷൻ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. 2 ആണ് അഡ്ജസൻറ്റ് സൈഡ്, 2/√5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ചിലപ്പം ക്വസ്റ്റ്യനിൽ ഇഫ് ടാൻ തീറ്റ = 3, ടാൻ തീറ്റ എന്ന് പറയുന്നത് 3 എന്ന് തരും. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് 3 എന്ന് തരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താഴെ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ /1 ഇട്ട് കൊടുക്കുക. ഓക്കെ, ടാൻ തീറ്റ = 3 ആണെങ്കിൽ ടാൻ തീറ്റ = 3/1 എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ ടാൻ തീറ്റ = 2 തരാണെങ്കിൽ 2/1 കൊടുക്കുക. നമ്പർ മാത്രമാണെങ്കിൽ /1 താഴെ ഇട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ASTC റൂൾ. അതായത് ക്വാഡ്രൻറ്റിനനുസരിച്ചിട്ട് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓരോ കള്ളിക്കും പറയുന്ന പേരാണ് ക്വാഡ്രൻറ്റ് എന്ന്. ഓക്കെ, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാതെ അവിടെ നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാതും അവിടെ നെഗറ്റീവാണ്. ഫോർത്തിൽ കോസും സീക്കുമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാതും അവിടെ നെഗറ്റീവാണ്.
ഇനി ഇത് വെച്ചൊരു പ്രോബ്ലം വരുന്നത് 7 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇഫ് കോസ് തീറ്റ ഈക്വൽ ടു 1/2 തീറ്റ ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ് ഫൈൻഡ് ഓൾ അതർ ടി ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ വരച്ചിട്ട് സൈഡുകൾ മാർക്ക് ചെയ്യുക. ട്രയാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് തീറ്റ മാർക്ക് ചെയ്യുക. കോസ് തീറ്റ എന്ന് പറയുന്ന അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡിന് 1 കൊടുക്കുക, ഹൈപ്പോട്ടന്യൂസിന് 2 കൊടുക്കുക. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത സൈഡാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വലിയ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 3, 4 മൈനസ് 1 3 എന്ന് കിട്ടും. ലാസ്റ്റ് എന്ത് ചെയ്യുക, റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ √3 ആണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഈ സൈഡ് അറിയില്ലായിരുന്നു, ആ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. √3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ √3 ഈ 3 സൈഡും കിട്ടിയാൽ നമ്മൾ പറഞ്ഞു എല്ലാ റേഷ്യോസും നമുക്ക് എഴുതാൻ പറ്റും. കോസ് തീറ്റ എന്ന് പറയുന്നത് 1/2 തന്നിട്ടുണ്ട്. സീക്ക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയെ തിരിച്ച് എഴുതിയാൽ മതി, 2/1 ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, √3/2 എന്നാണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2 എന്ന് കിട്ടും. അതിനെ തിരിച്ചെഴുതിയാൽ 2/√3 എന്ന് കിട്ടും. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ √3/1 എന്ന് കിട്ടും. √3/1 എന്ന് കിട്ടും. ഇനി ടാനിനെ തിരിച്ചെഴുതിയാൽ കോട്ടെന്ന് കിട്ടും, 1/√3. ഇനി ചെയ്യേണ്ടത് ഇത്ര എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ക്വാഡ്രൻ്റ് ഏതാ പറഞ്ഞത്, നാലാമത്തെ ക്വാഡ്രൻ്റ് ആണ് പറഞ്ഞത്. നാലാമത്തെ ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്, പോസിറ്റീവാണ്. കോസും സീക്കുമാണ് നാലാമത്തെ ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ്, ബാക്കി എല്ലാതും നെഗറ്റീവാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ വാല്യൂസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ക്വാഡ്രൻറ്റ് നോക്കുക, എന്നിട്ട് അതിൻ്റെ മുന്നിൽ മൈനസ് ഇട്ട്, കോസിനും സീക്കിനും പോസിറ്റീവാണ്, ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്വാഡ്രൻറ്റ് നോക്കിയിട്ട് ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയുള്ള 7 മാർക്കിന് ചെയ്യേണ്ടത്. ട്രയാങ്കിൾ വരയ്ക്കുക, തീറ്റ മാർക്ക് ചെയ്യുക, സൈഡുകൾ മാർക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സൈഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് എഴുതുക. എന്നിട്ട് ക്വാഡ്രൻറ്റ് ഏതാ പറഞ്ഞതിനനുസരിച്ച് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സ്റ്റാൻഡേർഡ് ആംഗിൾസ്. ഓക്കെ, സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്, സൈൻ 30ൻ്റെ വാല്യൂ 1/2. ഈ ട്രിഗ്നോമെട്രിക് വാല്യൂസ് നമ്മൾ നോട്ടിൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ വാല്യൂ tan² 60 + tan² 45. tan 60ൻ്റെ വാല്യൂ എന്താണ്, √3 ആണ്. അപ്പോൾ tan² 60 എന്ന് പറയുമ്പോൾ √3ൻ്റെ സ്ക്വയർ പ്ലസ് tan 45ൻ്റെ വാല്യൂ എന്താ, 1 ആണ്. അപ്പോൾ tan² 45 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്, 4 എന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് cos 330 മൈനസ് സൈൻ 120. ഇവിടെ നമ്മൾ വരുന്നത്, നമുക്ക് ആ ടേബിളിൽ 90ക്ക് താഴെ വരുന്ന ആംഗിൾസ് മാത്രമേ ഉള്ളൂ. 90ക്ക് മുകളിൽ ആംഗിൾ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യാം, 90നെ മൾട്ടിപ്ലൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതായത് cos 330നെ നമുക്ക് 360 മൈനസ് 30 എന്ന് എഴുതാം. ഓക്കെ, 360 എന്ന് പറയുന്നത് 90യുടെ മൾട്ടിപ്പിൾ ആണ്. എത്രയാണ്, 4 × 90. ഓക്കെ, ഈ 4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ സെയിം ഫങ്ഷൻ തന്നെ, കോസ് തന്നെ, സൈന് തന്നെ, ടാന് തന്നെ. അപ്പോൾ ഈവൻ ആയതുകൊണ്ട് കോസിന് കോസ് തന്നെ എഴുതി. എന്നിട്ട് ഇവിടെ വരുന്ന ആംഗിൾ അതിൻ്റെ ഒപ്പം എഴുതി, എത്രയാണ്, cos 30. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. നമ്മൾ ക്വാഡ്രൻ്റ് ഇതാണ്. ഇത് 90 ആണ്, ഇത് 180, ഇത് 270, ഇത് 360. അപ്പോൾ നമ്മളിവിടെ എഴുതിയത് 360 മൈനസ് 30 ആണ്. 360 എന്ന് പറയുന്നത് നാലാമത്തെ ക്വാഡ്രൻ്റാണ്. മൈനസ് ആകുമ്പോൾ നാലാമത്തെ ക്വാഡ്രൻ്റ് തന്നെ നിൽക്കുക, എവിടെയും മൂവ് ചെയ്യരുത്. അപ്പോൾ നാലാമത്തെ ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ cos 30ൻ്റെ വാല്യൂ ടേബിളിലുണ്ട്, എത്രയാണ്, √3/2. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 90യുടെ മൾട്ടിപ്പിളാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് 330നെ നമുക്ക് 270 + 60 ഇങ്ങനെ എഴുതാലോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 ×
90 എന്ന് വരും. 3 എന്ന് പറയുന്നത് ഓടാണെങ്കിൽ കോസ് എന്താവും? സൈനാവും. സൈൻ എന്ന് എഴുതിയിട്ട് ഇവിടെ വരുന്ന ആംഗിൾ 60 എന്ന് കൊടുക്കുക. സൈൻ 60ൻ്റെ വാല്യൂ എന്താണ്? √3/2 ആണ്. 270 എന്ന് പറയുന്നത് ഏതൊക്കെ ഓർഡർ ഉണ്ട്? ഇത് 90, ഇത് 180, 270, 360. 270 പ്ലസ് ആണ് നമ്മൾ ചെയ്തതെങ്കിൽ 270 ഇവിടെയാണ് മൂന്നാമത്തെ ക്വാഡ്രന്റ്. പ്ലസ് ആകുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ക്വാഡ്രൻറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് 4ാമത്തെ ക്വാഡ്രൻ്റാണ്. 4ാമത്തെ ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്? 4ാമത്തെ ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ കോസ് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് എന്ന് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് അവിടെ പോസിറ്റീവാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, അവിടെ നെഗറ്റീവ് കൊടുക്കണ്ട. സൈൻ 60ൻ്റെ വാല്യൂ √3/2. ഏത് രീതിയിൽ ചെയ്താലും സെയിം ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതേപോലെ തന്നെയാണ് സൈൻ 120 നമ്മൾ ചെയ്തത്. 120നെ നമുക്ക് 90 + 30 എന്ന് എഴുതാം. ഓക്കെ, 90 + 30 എന്ന് എഴുതാം. ഈ 90 എന്ന് പറയുന്നത് 1 × 90 ആണ്. 1 എന്ന് പറയുന്നത് ഓടാകുമ്പോൾ സൈൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കോസാന്ന് പറഞ്ഞു. കോസായി. ഇപ്പോൾ ഇവിടെ ഓടാകുമ്പോൾ സൈന് കോസാവും, കോസ് സൈനാവും, ടാന് കോട്ടാവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓടായതുകൊണ്ട് സൈന് കോസായി. എന്നിട്ട് ഇവിടെ വരുന്ന ആംഗിൾ ഏതാണ്? അത് ഒപ്പം എഴുതി. പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം. ഇത് 90, ഇത് 180, ഇത് 270, ഇത് 360. 90 ഇവിടെയാണ്. പ്ലസ് വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് മൂവ് ചെയ്യുക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് ആണ്. അപ്പോൾ കോസ് 30ൻ്റെ വാല്യൂ എത്രയാണ്? √3/2 ആണ്. അപ്പോൾ സൈൻ 330ൻ്റെ വാല്യൂ, കോസ് 330ൻ്റെ വാല്യൂ, സൈൻ 120ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. കോസ് 330ൻ്റെ വാല്യൂ √3/2 ആണ്. സൈൻ 120ൻ്റെ വാല്യൂ √3/2. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ കിട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കോസ് 330 - സൈൻ 120, അതായത് നമ്മൾ ചോദ്യം √3/2 - √3/2 വാല്യൂ എന്താ? 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അഡീഷൻ ഫോർമുലയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുലാസൊക്കെ പഠിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വന്നത് tan A + B, tan A - B ആ രണ്ട് ഇക്വേഷൻസിലാണ് പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നോക്കുക. tan Aയും tan Bയും കണ്ടിട്ടുണ്ട്. ഫൈൻഡ് tan A - B. ആ ഇക്വേഷനിൽ കൊടുക്കുക. tan A - Bൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. എന്നിട്ട് tan Aൻ്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? 3/4. 3/4 മൈനസ് tan Bൻ്റെ വാല്യൂ 1/2 ഡിവൈഡഡ് ബൈ 1 + 3/4 ഇൻറ്റു 1/2. അപ്പോൾ ഇവിടെ മുകളിൽ ചെയ്യേണ്ട ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 × 2 6 മൈനസ് 1 × 4 4 ഡിവൈഡഡ് ബൈ 4 × 2 8. താഴെ ഇനി ചെയ്യേണ്ടത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 + 3 × 1 3. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നേരിട്ട് ഇൻറ്റു ചെയ്താൽ മതി, ക്രോസ് ചെയ്യരുത്. 3 × 1 3 ആണ്. ഡിവൈഡഡ് ബൈ 4 × 2 8. അപ്പോൾ ഇങ്ങനെ വരും. ഇനി താഴെ വീണ്ടും നമ്മൾ ബൈ 1 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. 1 × 8 8 ആണ്. പ്ലസ് 1 × 3 3 ആണ്. ഡിവൈഡഡ് ബൈ 1 × 8 8 തന്നെ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വീണ്ടും നമ്മൾ ചെയ്തു. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ 6 - 4 എത്രയാണ്? 2 ആണ്. ബൈ 8. 6 - 4 എന്ന് പറയുന്നത് 2 ആണ്. ബൈ 8 ഡിവൈഡഡ് ബൈ 8 + 3/8. 8 + 3 11 ആണ്. ഇങ്ങനെ 8 to 8 ഇങ്ങനെ രണ്ട് നമ്പർ എപ്പോഴും സെയിം ആയിട്ട് വരും. ഓക്കെ, ആ നമ്പർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് 2/11. ഓക്കെ, ഇതേപോലെ തന്നെയാണ് tan A + Bൻ്റെയും ചെയ്യേണ്ടത്. ഇക്വേഷൻ കൊടുക്കുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. താഴെ മൈനസും ഇൻറ്റും വരും. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് ഇൻറ്റു ചെയ്യുക, ക്രോസ് ചെയ്ത് 1 × 1 1 തന്നെ. 2 × 3 6 ആണ്. ഇനി ബൈ 1 ഇട്ട് കൊടുത്തതിന് ശേഷം 1 × 6 6 ആണ്. മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 6 6 തന്നെ. വീണ്ടും അങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ആൻസർ 1. ചിലപ്പോൾ
ഇനി വേറെ ഇതുപോലെ തന്നെ ചെയ്യുന്ന വേറെ രീതിയിൽ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയാണ് അടുത്ത പറയുന്നത്. ടാൻ എയും ടാൻ ബിയും തന്നു, എന്നിട്ട് ചോദ്യം ഇതാണ് പറയുക, പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് ചോദിച്ചാൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് കാണാൻ പറഞ്ഞത്. ടാൻ എ പ്ലസ് ബി നിങ്ങൾ കാണും. ടാൻ എയും ടാൻ ബിയും തന്നു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ ടു 45 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ടാൻ എ പ്ലസ് ബി കാണും. ടാൻ എ പ്ലസ് ബി കണ്ടതിന് ശേഷം അതിൻ്റെ വാല്യൂ 1 ആണെന്നൊക്കെ കിട്ടുന്നെങ്കിൽ എ പ്ലസ് ബി എന്താണ് 45 ഡിഗ്രിയാണ്. ഇനിയിപ്പോൾ നിങ്ങളോട് ടാൻ എയും ടാൻ ബിയും വാല്യൂസ് തന്നു, എ മൈനസ് ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ കാണേണ്ടത്? ടാൻ എ മൈനസ് ബി കാണാം. അത് ടാൻ എ മൈനസ് ബി കണ്ടതിന് ശേഷം അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു 45 ആണ്. ഇതാണ് അവിടെ ചെയ്യുന്നത്. ഇനി ടാൻ 75 പ്ലസ് കോട്ട് 75 ഈക്വൽ ടു 4, ഇത് നമ്മൾ നോട്ടിൽ ചെയ്തതാണ്. ഹിൻഡ് ഞാൻ പറഞ്ഞുതരാം. ടാൻ 75നെ നമുക്ക് ടാൻ 45 പ്ലസ് 30 എന്ന് എഴുതാം. അവിടെ ടാൻ എ പ്ലസ് ബിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ഫൈനൽ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ ടാൻ 75 കിട്ടിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് ചെയ്താൽ കോട്ട് 75 എന്ന് കിട്ടും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ബാക്കി കാൽക്കുലേഷൻസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ 4 കിട്ടും. ഇതുപോലെ വരുന്നതാണ് വേറെ ഒന്നുകൂടി. ടാൻ 15 പ്ലസ് കോട്ട് 15 ഈക്വൽ ടു 4. ഇവിടെ നമ്മൾ ടാൻ 15 നമുക്ക് ടാൻ 45 മൈനസ് 30 എന്ന് എഴുതാൻ പറ്റും. അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ടാൻ എ മൈനസ് ബി, ആ ഒരു ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ്. ഈക്വേഷൻസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് വേറെ തന്നിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ എന്ന് പറയുന്നത് 0.6 തന്നിട്ടുണ്ട്. ഫൈൻഡ് സൈൻ 2a. അപ്പോൾ സൈൻ 2a എന്ന് പറയുന്നതിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. 2 tan തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 2 സൈൻ തീറ്റ ബൈ കോസ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സൈൻ എ ആണ് തന്നത്. അപ്പോൾ അത് വെച്ചുള്ള ഇക്വേഷൻ ഇതാ 2 സൈൻ എ കോസ്. അതാണ് നമുക്ക് തരുന്ന ഇക്വേഷൻ. ടാൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സൈന് കിട്ടിയാൽ കോസ് കാണാൻ ഇക്വേഷൻ എന്താണ്? √1 മൈനസ് സൈൻ സ്ക്വയർ. √1 മൈനസ് സൈനിൻ്റെ വാല്യൂ എത്രയാണ്? 0.6. അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെ വാല്യൂ 0.6ൻ്റെ സ്ക്വയർ. √1 മൈനസ് 0.36 എന്ന് വരും. എന്ത്? 0.6ൻ്റെ സ്ക്വയർ 0.36 ആണ്. അപ്പോൾ അത് 1 മൈനസ് 0.636 ചെയ്താൽ നമുക്ക് √0.64 കിട്ടും. 0.64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 0.8. അത് കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ സൈനീൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കിട്ടി, കോസേൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ കൊടുക്കുക 2 ഇൻറ്റു സൈൻ എ ഇൻറ്റു കോസേൻ. 2 ഇൻറ്റു സൈനേൻ്റെ വാല്യൂ എന്താ? 0.6 ഇൻറ്റു കോസേൻ്റെ വാല്യൂ 0.8. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 0.96 എന്ന വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഫോർമുലയാണ്. പ്രൊഡക്റ്റ് ഫോർമുല വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് സൈൻ 35 പ്ലസ് സൈൻ 25 ഈക്വൽ ടു കോസ് 5. അപ്പോൾ ഇവിടെ ഈ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് കോസ് 5 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു വഴിയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് സൈനും ആഡ് ചെയ്യുന്ന ഒറ്റൊരു ഫോർമുല നമുക്ക് ഇതിലുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ മനസ്സിലാക്കുക എന്നുള്ളത്. സൈൻ എ പ്ലസ് സൈൻ ബി, ഈ ഒരു ഫോർമുല മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വേറെ ഒന്നും ആ ഒരു ക്വസ്റ്റ്യന് മാച്ചായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു ഇക്വേഷൻ അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ 2 സൈൻ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2, ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇവിടെ എ എന്ന് പറയുന്നത് 35 ആണ്, ബി എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ അത് കൊടുക്കുക. ഓക്കെ, ഇക്വേഷനിൽ അത് കൊടുക്കുമ്പോൾ നമുക്ക് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത് 35 പ്ലസ് 25 ബൈ 2, കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് പറയുന്നത് 35 മൈനസ് 25 ബൈ 2. അപ്പോൾ നമുക്ക് 2 സൈൻ 35 പ്ലസ് 25 എന്ന് 60 ആണ്, 60 ബൈ 2 കോസ് 35 മൈനസ് 25 എന്ന് പറയുന്നത് 10 ആണ്, 10 ബൈ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു സൈൻ 30 ഇൻറ്റു കോസ് 5 എന്ന് കിട്ടും. സൈൻ 30ൻ്റെ വാല്യൂ നമുക്ക് അറിയാം എത്രയാണ്? 1 ബൈ 2 ആണ്. ഇൻറ്റു കോസ് 5, 1 ഇൻറ്റു കോസ് 5 എത്ര? കോസ് 5. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വേറെയും കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, എല്ലാത്തിൻ്റെ PDF തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ പഠിക്കുക. ഓക്കെ.